പ്രായം കൂടുന്തോറും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സമ്മർദ്ദം കൂടും. വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പിരിമുറുക്കം പറയേണ്ടതില്ലല്ലോ. അത്തരത്തിൽ പലവിധ സമ്മർദ്ദങ്ങളിലും പിരിമുറുക്കത്തിലും ജീവിതം നയിക്കുന്ന കുറച്ച് ആളുകൾ ഒരുമിച്ച് ചേർന്നൊരു യാത്ര പോയാൽ എങ്ങനെയുണ്ടാകും? അതൊരാഘോഷം തന്നെയായിരിക്കും. അതിലേക്ക് ഇടുക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിയെടുത്ത സ്നേഹത്തണൽ എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളാണിവർ. ആടിയും പാടിയും ഇവർ ഇവിടെ എത്തിയത് പെരിയാർ വനത്തിന്റെ മനോഹാരിതയിലൂടെ യാത്ര ചെയ്ത് മനസ്സൊന്ന് തണുപ്പിക്കാൻ. അൻപത്തിരണ്ട് പേരടങ്ങുന്ന സംഘമാണ് കാഞ്ചിയാറ്റിൽ നിന്നും പെരിയാർ ടൈഗർ റിസർവിന്റെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനായി എത്തിയത്. ആഗ്രഹിച്ചെത്തിയവരെ പെരിയാർ വനവും കൈവിട്ടില്ല. ആനയും മ്ലാവും കാട്ടുപോത്തുമൊക്കെയായി ഈ വയോധികർക്ക് പെരിയാർ കാഴ്ചയുടെ വിരുന്നൊരുക്കി. തിരിച്ചെത്തിയപ്പോൾ ഏവർക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. പല പല വീടുകളിൽ ഞങ്ങൾ അമ്മമാരും അച്ഛന്മാരും എല്ലാം ഒതുങ്ങിക്കൂടി കഴിയുകയായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ അതിനെ എൻജോയ് ചെയ്തു പോകുന്നു. സന്തോഷം, ഭയങ്കര സന്തോഷം. മൃഗങ്ങളെയൊക്കെ ഒത്തിരി കണ്ടു. മൃഗങ്ങൾ ആനയെ കണ്ടു, പിന്നെ കാട്ടുപോത്തിനെ കണ്ടു, പന്നിയെ കണ്ടു, മ്ലാവിനെ കണ്ടു. അങ്ങനെ മൃഗങ്ങളെ കുറേ കണ്ടു. പിന്നെ ആ സ്ഥലം എല്ലായിടവും ചുറ്റി ഒന്ന് കറങ്ങി കാണാനായിട്ടൊരു ഭാഗ്യമുണ്ടായി. അത് വലിയ സന്തോഷം. യാത്രയെല്ലാം ഞങ്ങൾ വളരെ സന്തോഷമായിരുന്നു. അടിപൊളിയായിട്ട് ഞങ്ങൾ വന്നു. മൃഗങ്ങളെയൊക്കെ കണ്ടു. വളരെ സന്തോഷമായിട്ട് എല്ലാം കണ്ടതിനേക്കാൾ എന്തോ ഒരു മനസ്സിന് സന്തോഷം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വയോധികരുമായി ഒത്തുകൂടുന്നതിനിടെ അവരുടെ ആശങ്കകളും സ്വപ്നങ്ങളും പങ്കുവെക്കപ്പെട്ടിടത്തു നിന്നാണ് സ്നേഹത്തണൽ എന്ന കൂട്ടായ്മ രൂപം കൊണ്ടത്. കൂട്ടായ്മയുടെ ആദ്യ വിനോദയാത്രയായിരുന്നു തേക്കടിയിലേക്ക്. മുതിർന്ന പ്രായമായ ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാവുന്നതിനേക്കാൾ അപ്പുറം വലിയ പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. അവർ മാനസികമായി ഒറ്റപ്പെട്ടിട്ടുണ്ട്, ശാരീരികമായി ഒറ്റപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ശാരീരികമായ പ്രശ്നങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. അവഗണന, പ്രത്യേകിച്ചും സമൂഹത്തിലെ വീടുകളിൽ നിന്നുള്ളതിന് മാത്രമല്ല സമൂഹത്തിൽ നിന്നുള്ളതായാലും വളരെയധികം അവഗണന നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടേ പറ്റത്തുള്ളൂ. അവർക്ക് വളരെ സംതൃപ്തമായ ഒരു വാർദ്ധക്യം കൊടുക്കാൻ ഈ സമൂഹത്തിന് കടമയുണ്ടെന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന പലയിടത്തും ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ കൂട്ടുചേർന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു തണലായി പടർന്നു പന്തലിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിലൂന്നിയാണ് സ്നേഹത്തണൽ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ. കുറേയധികം സ്വപ്നങ്ങളുമായി സ്നേഹത്തണലും അതിലെ അച്ഛനമ്മമാരും അവരുടെ യാത്ര തുടരുകയാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.